കോൺഗ്രസ് നാളത്തെ BJP ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അപകടവും നമ്മുടെ മുമ്പിലുണ്ട്. ആരിഫ് ഈ മണ്ഡലത്തിൻ്റെ സമസ്ത മേഖലയിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആളാണ്. ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൻ്റെ ന്യായമായ ആവശ്യം ഇന്ത്യൻ പാർലമെന്റിനകത്ത് ശക്തമായി ഉയർത്തിയ ആരിഫാണ്. വലിയൊരു പോരാട്ടം നടക്കുകയാണല്ലോ ആലപ്പുഴ മണ്ഡലത്തിൽ, എങ്ങനെ നോക്കിക്കാണുന്നു? ആലപ്പുഴ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് AM ആരിഫ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്തുകൊണ്ട് ഇടതുപക്ഷം, എന്തുകൊണ്ട് ആരിഫ് എന്ന് പറയുന്ന ഒരു പ്രസക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയകാലികമായിട്ടുള്ളൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ? തീർച്ചയായിട്ടും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ കൂടി ആവശ്യമാണ്. കാരണം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും മതനിരപേക്ഷതയും നിലനിർത്തിക്കൊണ്ടു പോകുവാൻ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൂടുതലായി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരുടെ ഇടയിൽ വളരെ ശക്തമായി ഇന്നത്തെ രാജ്യത്തിൻ്റെ ഒരു പൊതുസ്ഥിതിയെ സംബന്ധിച്ച് BJP ഭരിക്കുന്ന ഇന്ത്യ, കാരണം RSSനാൽ നയിക്കപ്പെടുന്ന ഇന്നത്തെ ഇന്ത്യയിൽ എങ്ങനെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നതെന്ന് ഏവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതീവ പ്രാധാന്യമുള്ളതാണെന്ന് പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, അതായത് കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആരിഫ് ഈ മണ്ഡലത്തിൻ്റെ സമസ്ത മേഖലയിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആളാണ്. ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം ഏറ്റവും നന്നായി ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോ സന്ദർഭവും നമുക്ക് അത് കാശ്മീരിൻ്റെ പദവി എടുത്തു കളഞ്ഞ സന്ദർഭത്തിൽ, കൃഷിക്കാരെ ദ്രോഹിക്കുന്ന ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ, ലേബർ കോഡ് കൊണ്ടുവരാൻ ശ്രമിച്ച ഘട്ടത്തിൽ ഒക്കെ വളരെ ശക്തമായി ഏറ്റവും ഒടുവിലായി പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അടക്കം കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ MPമാരുടെ ശബ്ദമാണ് അവിടെ ഉയർന്നു കേട്ടത്. അതിൽ കേരളത്തിൽ നിന്ന് പോയ ആരിഫാണ് എല്ലാ വിഷയങ്ങളിലും കൃത്യമായി പാർലമെൻറ്റിനകത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ ന്യായമായ ആവശ്യം ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ശക്തമായി ഉയർത്തിയ ആരിഫാണ്. അത് ഇപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം വെട്ടിക്കുറച്ച ഘട്ടത്തിൽ, മഹാപ്രളയമുണ്ടായ ഘട്ടത്തിൽ, മഹാമാരി ഉണ്ടായ ഘട്ടത്തിൽ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ തുക വെട്ടിക്കുറച്ച ഘട്ടത്തിലൊക്കെ തന്നെ ശക്തമായി ഈ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദിച്ച ഒരു MP അദ്ദേഹം വീണ്ടും പാർലമെൻറ്റിൽ ഉണ്ടാകണമെന്ന് ഇവിടുത്തെ വോട്ടർമാർ നന്നായി ചിന്തിക്കുന്നു. അതാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നോക്കിക്കണ്ട ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തെ കുറിച്ച് എങ്ങനെയാണ്? തീർച്ചയായിട്ടും കോൺഗ്രസ് കൃത്യമായി അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമെല്ലാം നമ്മൾ കാണുകയുണ്ടായി. ജയിച്ചു പോയ പാർലമെൻറ്റ് UDFൻ്റെ അംഗങ്ങളുടെ പ്രതികരണവും നമ്മൾ കാണുന്നുണ്ട്. കാരണം ആ കാര്യത്തിൽ കൃത്യമായ ഒരു അഭിപ്രായം പറയുവാൻ ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിയമം തന്നെ എടുത്ത് കളയുമെന്നാണ് ശശി തരൂർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. അത് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ. ഇപ്പോൾ ഇന്നത്തെ ഇപ്പോൾ പത്രവാർത്ത തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ നടന്ന റാലിയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ജനമുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അതിൽ ഈ കോൺഗ്രസ് തെരഞ്ഞെടുത്ത് പോയാൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇപ്പോൾ പോകുന്ന ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അപകടവും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇന്നത്തെ ഇന്ത്യ മുന്നണി അതല്ല ആ ഒരു മൂവ്മെൻറ്റ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റവും മികച്ച പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും രാജ്യത്ത് ഒരു വലിയ മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു. കാരണം 400-ലധികം വരുന്ന സീറ്റിൽ ഞങ്ങൾ ജയിക്കുമെന്നൊക്കെ തന്നെ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലെല്ലാം സൂചിപ്പിക്കുന്നത് ഭയം കൊണ്ട് തന്നെയാണ്. അതായത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, ഇപ്പോൾ മധ്യ ഇന്ത്യയിലടക്കം വരുന്ന മാറ്റം തികച്ചും ആശാവഹമായിട്ടുള്ളതാണ്. കാരണം ഞങ്ങൾ വോട്ടർമാരോട് പറയുന്നുണ്ട് 37% വോട്ട് കൊണ്ടാണ് BJP ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഭൂരിപക്ഷം വോട്ടും ചിന്നിച്ചിതറിപ്പോവുകയാണ്. ആ ഭൂരിപക്ഷം വോട്ട് സമാഹരിക്കുന്നതിനാവശ്യമായിട്ട് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടാൻ പോവുകയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴ മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണല്ലോ.
നല്ല ശക്തമായിട്ടുള്ള മത്സരം തന്നെ ഈ ആലപ്പുഴയിൽ നടക്കുന്നു. ആ മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് ആരിഫ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടും. എത്ര ഭൂരിപക്ഷമാണ് നിങ്ങൾ? അതിനെ സംബന്ധിച്ചത് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഭൂരിപക്ഷം ഒന്നും മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ സഖാവ് ആരിഫ് വീണ്ടും ഇവിടെ നിന്ന് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടും. താങ്ക് യു മാഡം.